നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. തൃഷയും വിജയും ഒക്കെ തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇത്തരത്തിൽ ചർച്ചകൾ കൊഴുക്കുമ്പോൾ ചില ആളുകൾ മറക്കുന്ന ഒരു കൂട്ടമുണ്ട്. അതായത് തൃഷയുടെയും വിജയുടെയും ഒക്കെ വിവാഹേതര ബന്ധം അത്രമാത്രം ആഘോഷിക്കപ്പെടുന്ന തമിഴ്നാട്ടിൽ ഇതിനിടയിൽ കാണാതെ പോകുന്ന രണ്ടു പേരായിട്ട് മാറുകയാണ് വിജയുടെ ഭാര്യയും അയാളുടെ മക്കളും എന്നുള്ളതാണ്. വിജയുടെ ഭാര്യയായ സംഗീതയുടെ ആ ഒരു മനോവിഷമം ആരും തന്നെ കാണാതെ പോകരുത് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു വലിയ വിഭാഗം അഭിപ്രായപ്പെട്ട് രംഗത്തേക്ക് വരുന്നുണ്ട്. 2 പതിറ്റാണ്ടിലേറെ നീണ്ട വിവാഹ ബന്ധത്തിന് പൂർണ്ണമായി സമർപ്പിച്ച 2 മക്കളെ വളർത്തി വലുതാക്കിയിട്ടുള്ള സംഗീതയ്ക്ക് വിജയിൽ നിന്നുണ്ടായിട്ടുള്ള ഈ ഒരു രീതി ഒരു ഭാര്യയ്ക്കും പൊറുക്കാനാകാത്ത ചതിയാണ് എന്ന തരത്തിലാണ് ഇത്തരത്തിൽ വിജയുടെ ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവർ പറയുന്നത്. സംഗീതയുടെ മകൻ ജേസൺ സഞ്ജയുടെ ആത്മധൈര്യത്തെ വിജയെ വിമർശിച്ചുകൊണ്ടുള്ള രീതി ആയതുകൊണ്ട് തന്നെ അതിനുള്ള പ്രശംസയും നിലവിൽ ഉയരുന്നുണ്ട്. അമ്മയെ ചതിച്ച അച്ഛനിൽ നിന്നും അകലം പാലിക്കുകയാണ് മകൻ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാകുന്നത്. സോഷ്യൽ മീഡിയയിൽ വിജയെ അൺഫോളോ ചെയ്ത മകനാണ്. പേരിൽ നിന്നും വിജയ് എന്ന പേരും അയാൾ മാറ്റിയിട്ടുണ്ട്. അമ്മയുടെ പേരിന്റെ ആദ്യാക്ഷരം ചേർത്ത് ഇത്തരത്തിൽ നിലപാട് അറിയിച്ചതുകൊണ്ട് തന്നെ അമ്മയ്ക്കൊപ്പമാണ് മകൻ എന്നുള്ളത് വ്യക്തം. അച്ഛൻ വലിയ താരമായതിനാൽ അച്ഛനൊപ്പം നിന്ന് ഒരുപക്ഷെ ഗുണങ്ങൾ ഏറെ ലഭ്യമാകാമായിരുന്നിട്ടും അമ്മയെ ചേർത്ത് പിടിക്കുന്ന മകന്റെ ആ ഒരു ധൈര്യം അത് വളരെ പ്രധാനപ്പെട്ട സാഹചര്യമാണ്. അമ്മയുടെ കണ്ണുനീരിനേക്കാൾ വലുതായിട്ട് വേറൊന്നും തന്നെ ഇല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ജേസന്റെ ഈ ഒരു തീരുമാനം. അതേസമയം മറുവശത്ത് തൃഷയും വിജയുമായിട്ടുള്ള ബന്ധം ആഘോഷിക്കപ്പെടുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. നടൻ വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയ് നയിക്കുന്ന TVK നേടിയിരിക്കുന്നത് ചരിത്ര വിജയമാണ്. 108 സീറ്റുകളിലായിട്ട് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരിക്കും TVK എന്ന തലത്തിലായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. കേവല ഭൂരിപക്ഷം നേടി മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ വിജയ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് പിന്നാലെ അഭിനന്ദിക്കാനായി നടി തൃഷ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയതോടെ വീണ്ടും വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. വിജയ് സംഗീത വിവാഹ ബന്ധം തകരാൻ കാരണം തൃഷയ എന്നുള്ള അടുപ്പം എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഈ വിജയുടെ വീട്ടിലേക്കുള്ള തൃഷയുടെ വരവ്. പിന്നാലെ വിജയ് ജയിച്ചതിന് ആശംസകളുമായിട്ട് തൃഷ തന്നെ സമൂഹ മാധ്യമങ്ങളിലും രംഗത്തെത്തിയിരുന്നു. നടിമാരായ രാധിക, ശരത് കുമാർ, ചാർലി കൗർ, ലക്ഷ്മി മഞ്ജു തുടങ്ങിയവർ തൃഷയെ അഭിനന്ദിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത്. സോഷ്യൽ മീഡിയയിലും വിജയത്തിലേക്ക് നയിച്ച ഭാഗ്യം തൃഷയാണെന്നും തൃഷയ്ക്കുള്ള വിജയുടെ പിറന്നാൾ സമ്മാനമാണ് തമിഴ്നാട്ടിലെ വിജയമെന്നുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിനിടെ വിജയിച്ച 2 മണ്ഡലങ്ങളിലൊന്നിൽ നിന്നും വിജയ് രാജിവെക്കുമെന്നും പകരം തൃഷ മത്സരിക്കുമെന്നുമുള്ള സൂചനകളും പുറത്തുവരുന്നു. വിജയ് തെരഞ്ഞെടുപ്പ് ജയിച്ചതിന് തൃഷയെ അഭിനന്ദിക്കുന്നവർക്കിടയിൽ വിമർശനങ്ങളും എത്തുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. നടി ഗായത്രി ശങ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം വിമർശനങ്ങളിൽ പ്രധാനികളാണ്. വിജയ്ക്ക് പകരം ഒരു നടിയായിരുന്നുവെങ്കിൽ പുരുഷവർഗം അവരെ തെറി വിളിച്ച വീടിന് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേനെ എന്നാണ് ഗായത്രി പറയുന്നത്. ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയായിരുന്നു അവരുടെ പ്രതികരണം. തന്റെ സഹനടനുമായി വിവാഹേതര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് ഒരു നടിയായിരുന്നുവെങ്കിൽ അവരുടെ പങ്കാളിയുമായുള്ള ബന്ധം അത് കാരണം തകർച്ചയുടെ വക്കിലാക്കിയെങ്കിൽ അതിനെ ഇങ്ങനെ ലളിതവൽക്കരിക്കുമായിരുന്നു എന്നുള്ള തമാശ ആണ് തന്നിലുള്ളതെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. പുരുഷവർഗം മുഴുവൻ രോക്ഷം കൊണ്ട് തിളച്ചു മറഞ്ഞേനെ, അവളുടെ മേൽ അസഭ്യം ചൊരിഞ്ഞേനെ, ജയിക്കുന്നത് പോയിട്ട് രോഷാകുലരായ ആൾക്കൂട്ടത്തെ ഭയന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായേനെ. ഇതായിരുന്നു ഗായത്രി ശങ്കറിന്റെ പ്രതികരണം. അതേസമയം നേരത്തെ ചെന്നൈയിൽ നടന്ന ഒരു വിവാഹ റിസപ്ഷനിൽ ഇരുവരും ഒരുമിച്ചെത്തി എന്നുള്ളതാണ് ഇരുവരും തമ്മിൽ വിവാഹേതര ബന്ധങ്ങളുണ്ടോ എന്നുള്ള സംശയങ്ങൾ ഇടയാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇതിനിടയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ചാമുണ്ടി മലൈകയുടെ വെളിപ്പെടുത്തൽ കൂടെ പുറത്തു വന്നത്. വിജയും തൃഷയും സിനിമയിൽ എത്തുന്നതിന് മുൻപേ പ്രണയത്തിലായിരുന്നുവെന്നും സംഗീത ഇടയിൽ കടന്നു വന്നതായിരുന്നു എന്നുമാണ് ഇവരുടെ വാദം. എന്നാൽ ഈ ആരോപണങ്ങളെ മലയപ്പൻ ആരാധകർ തള്ളിക്കളഞ്ഞു. വിജയ് സംഗീതയെ വിവാഹം കഴിക്കുന്നത് 1999-ലാണ്. തൃഷയ്ക്ക് വെറും 16 വയസ്സ് മാത്രമേ അന്ന് പ്രായമുണ്ടായിരുന്നുള്ളൂ. സിനിമയിലേക്ക് എത്തുന്നതിന് വർഷങ്ങൾക്ക് മുൻപേയുള്ള ഈ ബന്ധം വെറും കെട്ടുകഥ മാത്രമാണെന്നും ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടു. എന്നാൽ വിജയുടെയും സംഗീതയുടെയും വിള്ളലുകൾ
അവർക്കിടയിലുള്ള വിള്ളലുകൾ അതുണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. സംഗീത ഫയൽ ചെയ്ത വിവാഹമോചന ഹർജിയിൽ ഒരു നടിയുമായുള്ള വിജയിയുടെയും അവിഹിത ബന്ധം എന്നുള്ളതാണ് ആരോപിച്ചിരിക്കുന്നത്. ഈ കേസിന്റെ അടുത്ത വിചാരണ 2026 ജൂൺ 15 ചെങ്കൽപ്പെട്ട് ഫാമിലി കോടതിയിൽ നടക്കാനിരിക്കുകയാണ്. അന്നേ ദിവസം വിജയും സംഗീതയും വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതിയിൽ ഹാജരാകണമെന്നാണ് ഉത്തരവ് നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ വിജയിച്ചു നിൽക്കുമ്പോഴും വ്യക്തി ജീവിതത്തിൽ നേരിടുന്ന ഈ നിയമ പോരാട്ടം ആരോപണങ്ങൾ അത് വിജയുടെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും ഭാവിയെ എങ്ങനെ ബാധിക്കും എന്നതടക്കം തെന്നിന്ത്യൻ രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്ന സാഹചര്യത്തിലാണ് വലിയ വിജയം കൈവരിച്ചുകൊണ്ട് വിജയ് രംഗത്തെത്തുന്നത്. തമിഴ് രാഷ്ട്രീയത്തിൽ അട്ടിമറി വിജയം നേടിക്കൊണ്ടാണ് വിജയ് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ പോകുന്നതെന്നാണ് വിവരങ്ങൾ. അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതം ഒരു തുറന്ന പുസ്തകമായി മാറുന്ന രീതിയിലാണ് ആരാധകർ ദളപതി എന്ന് വിളിക്കുന്ന വിജയുടെയും തൃഷയുടെയും ബന്ധത്തെക്കുറിച്ചുള്ള ഓരോ പുതിയ വെളിപ്പെടുത്തലുകളും തമിഴത്തെ പിടിച്ചുലയ്ക്കുന്നത്. വിജയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങൾക്കൊപ്പം തണലായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് സംഗീത എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ ബന്ധം കോടതിയിൽ പടിവാതിൽക്കൽ നിൽക്കുന്നു എന്നുള്ളത് ആരാധകർക്ക് ചെറിയൊരു ആശങ്കയുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചാമുണ്ഡി മലൈകയുടെ പുതിയ വെളിപ്പെടുത്തൽ വിവാദങ്ങൾ വലിയ രീതിയിൽ വഴിതിരിച്ചുവിടുന്നതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതേസമയം വിജയുടെ ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം വീണ്ടും തൃഷ രംഗത്ത് വന്നതോടുകൂടി ഈ സംശയങ്ങൾ ശക്തമായി. അതിനിടയിൽ ഈ സംശയങ്ങൾ ശക്തമായി എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് തൃഷയും രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചന കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. വിജയുടെ തമിഴക വെട്രി കഴകം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തകർപ്പൻ വിജയം നേടിയതിന് പിന്നാലെയാണ് നടി തൃഷ കൃഷ്ണ പാർട്ടിയിലേക്ക് ചേരുമെന്നുള്ള അഭ്യൂഹങ്ങൾ പുറത്തേക്ക് വരുന്നത്. തമിഴ് മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തൃഷ TVKയിൽ ചേരുകയും തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ചെയ്യുകയാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലത്തിലും മത്സരിച്ചിരുന്നു. രണ്ടിടത്തും വിജയിച്ച സാഹചര്യത്തിൽ ഒരു മണ്ഡലത്തിൽ അദ്ദേഹം രാജിവെക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലത്തിലെ അംഗത്വം വിജയ് രാജിവെക്കുകയും ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തൃഷ ഇവിടെ മത്സരിക്കാൻ TVK നേതാക്കൾക്ക് താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഇനി അറിയേണ്ടുന്നത്. 14 ദിവസത്തിനുള്ളിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് രാജിവെക്കണം എന്നാണ് നിയമം. സംസ്ഥാന സെക്രട്ടേറിയറ്റുമായി അടുത്ത മണ്ഡലം എന്നതിനാലാണ് വിജയ് പെരുമ്പാവൂർ നിലനിർത്താൻ ആഗ്രഹിക്കുന്നത് അതിന് സാധ്യതയുള്ളത് എന്നുള്ളതും വിലയിരുത്തൽ വരുന്നു. ഈ സാഹചര്യത്തിൽ തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് സീറ്റിലായിരിക്കും തൃഷ മത്സരിക്കാൻ പോകുന്നതെന്നാണ് വിലയിരുത്തൽ. എന്തായാലും അവിടെ ഉപതിരഞ്ഞെടുപ്പ് നടക്കും എന്നതിൽ സംശയമില്ല. ന്യൂസ് 24 റിപ്പോർട്ട് പ്രകാരം തമിഴക വെട്രി കഴകത്തിലെ നേതാക്കൾ തൃഷ പാർട്ടിയിൽ ചേരണമെന്നും തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണമെന്നുമൊക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചതായാണ് സൂചന. രാഷ്ട്രീയ പ്രവേശനത്തിന് തൃഷ കൃഷ്ണൻ ഇതുവരെ താല്പര്യം പ്രകടിപ്പിച്ചതായി ഔദ്യോഗിക റിപ്പോർട്ടുകളില്ല. മുൻ രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്തതിനാൽ ഇവർ ഇക്കാര്യത്തിൽ നിലപാട് പരസ്യമാക്കിയിട്ടില്ല എന്നതും തമിഴക വെട്രി കഴകത്തിൽ ചേരുന്നതിനെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ല എന്നതും കൊണ്ട് തന്നെ ഇത് അഭ്യൂഹങ്ങളാണോ യാഥാർത്ഥ്യമാണോ എന്നത് കാത്തിരുന്ന് തന്നെ കാണണം.